എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒറ്റ വഴുത് കേട്ട മഹദി ആരാന്നറിയോ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആസിയ ബീബി റളിയല്ലാഹു തആല ആരുടെ ഭാര്യ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയായ ആസിയാനെ കണ്ടുപഠിക്കാനാ അല്ലാഹു പറയണേ. ആസിയ ആരാ? ഫിർഔനിന്റെ ഭാര്യ. ആരുടെ വഴുതാ കേട്ടെ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ ഒറ്റ പ്രസംഗം, മൂസാ നബിയുടെ ഒരേ ഒരു പ്രഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് പറഞ്ഞു, ഫിർഔനിന്റെ മുമ്പിൽ പോയിട്ട് ദഅവത്ത് ചെയ്യാൻ. സുബ്ഹാനല്ലാഹ്. തൻ്റെ കൂടപ്പറപ്പായ ഹാറൂൻ നബി അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് ഫിർഔനിന്റെ കൊട്ടാരത്തിൽ പോയി നിന്ന് വഅദ് പറഞ്ഞു. വഅദെന്ന് പറഞ്ഞാൽ പിരിക്കാനുള്ളതല്ലടോ, കളിയാക്കാനുള്ളതല്ല. അതിൻ്റെ മഹത്വം നമ്മൾ പഠിക്കണം. അതിൻ്റെ മഹത്വം മക്കളെ നിങ്ങൾ ട്രോളുന്നത് പോലെ ട്രോളാനുള്ളതല്ല വഅദ്. ആ വഅദിന്റെ മഹത്വം അറിയണമെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാം ഫിർഔനിന്റെ കൊട്ടാരത്തിന്റെ അകത്ത് കയറി നിന്നിട്ട് അള്ളാഹുവിനെ കുറിച്ച് ഫിർഔനിനോട് പറഞ്ഞു കൊടുത്തു. ഓൻ നന്നായില്ല. പക്ഷെ ആ പ്രഭാഷണം കേട്ട് വേറെ രണ്ടുപേര് നന്നായി. ഫിർഔൻ നന്നാകുന്നതിന് വേണ്ടി ആ വഅദ് പറഞ്ഞേ. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ ഫിർഔൻ ആ വഅദ് കേട്ട് നന്നായില്ല. എന്നാൽ ആ വഅദ് കേട്ട് നന്നായതാരെന്നറിയുമോ? ആ കൊട്ടാരത്തിലെ ഏറ്റവും വലിയ, ആ കൊട്ടാരത്തിലെ രാജാവിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. ആ കൊട്ടാരത്തിലെ വേലക്കാരിയായ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ. ഈ രണ്ട് പെണ്ണുങ്ങളാണ് ആ വഅദ് കേട്ടിട്ട് നന്നായത്. പടച്ചവനെ, മാതാ മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ആരാണെന്ന് പഠിക്കണേ പെങ്ങള്. എല്ലാ സിനിമാ നടിമാരെയും സീരിയൽ നടിമാരെയും നിനക്കറിയുമല്ലോ. എന്നാ പെങ്ങളെ, ആരാണ് മാസിത എന്നറിയുമോ? ഫിർഔനിന്റെ കൊട്ടാരത്തിലെ വേലക്കാരിയാണ്. പടച്ചവരെ, മൂസാ നബിയുടെ പ്രഭാഷണം കേട്ട് അള്ളാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. പടച്ചവനെ, അതാ മാസിത തന്റെ ഭർത്താവിനെ ദഅവത്ത് നടത്തി മുസ്ലിമാക്കുകയാണ്. തന്റെ മക്കളെ മുസ്ലിമാക്കുകയാണ്. പടച്ചവനെ, അതാ ആരും അറിയാതെ രഹസ്യമായി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ആസിയായും മാസിതായും രണ്ടുപേരും മുസ്ലിമായി ജീവിക്കുകയാണ്. പടച്ചവനെ, ഒരു ദിവസം മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ ഫിർഔനിന്റെ മകളുടെ മുടി ചീകാൻ ഒരു ചീപ്പെടുക്കുകയാണ്. ആ ചീപ്പങ്ങ് കയ്യിൽ നിന്ന് താഴെ വീഴുമ്പോ മാസിത പറഞ്ഞു, അല്ലാ അല്ലാ. ഫിർഔനിന്റെ മകള് ചോദിക്കുന്നു, മാസിത, അല്ല എന്ന് പറഞ്ഞാൽ ആരാ മാസിത? അല്ല എന്ന് പറഞ്ഞാൽ ആരാ മാസിത? മാസിത ബീബി റളിയല്ലാഹു തആല അൻഹ സാക്ഷാൽ ഫിർഔനിന്റെ മകൾക്ക് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാ. ഈ ലോകത്തിന്റെ അധിപനാണ് റബ്ബ്, ഈ ലോകത്തിന്റെ അധിപനാണ് അല്ലാഹ്. നമ്മളെ മുഴുവനും പടച്ചത് അല്ലാഹുവാണ്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ ഫിർഔനിന്റെ മകള് ചോദിക്കുകയാണ്, എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലേ റബ്ബ്? എന്റെ വാപ്പയല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? ഫിർഔനിന്റെ പൊന്നാര മകളോട് മാസിത പറഞ്ഞു കൊടുക്കുകയാ, നിന്റെ വാപ്പ റബ്ബൊന്നുമല്ല. നിന്റെ വാപ്പ കേവലം അടിമയാണ്. നിന്റെ വാപ്പ കേവലം അടിമയാണ്. ആ അടിമയെ പടച്ചവനാണ് അല്ലാഹ്. പടച്ചവനെ, മൂസാ നബി ഇവിടെ വന്ന് നിന്ന് ദഅവത്ത് നടത്തിയ ആ റബ്ബിന്റെ പേരാണ് അല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് മാസിത ബീബി ആ കുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പൊന്നുമോൾ എഴുന്നേറ്റ് ഓടുകയാണ്. രാജസിംഹാസനത്തിലിരിക്കുന്ന ഫിർഔൻ എന്ന് പറയുന്ന ഞാനാണ് റബ്ബെന്ന് പറഞ്ഞു ജീവിക്കുന്ന ഫിർഔനിന്റെ മുമ്പിൽ ചെന്നിട്ട് ചോദിക്കുന്നു, വാപ്പാ, നിങ്ങളല്ലാതെ വേറെ ഒരു റബ്ബുണ്ടോ? നിങ്ങൾ അടിമയാണോ? നിങ്ങൾ അടിമയാണോ? ഫിർഔനിന്റെ മുഖമങ്ങ് വല്ലാതെ ചുമക്കുകയാണ്. ആരാണ് മോളെ നിന്നോട് പറഞ്ഞത് ഞാനല്ലാതെ ഒരു റബ്ബുണ്ടെന്ന്, ഞാൻ അടിമയാണെന്ന്? പടച്ചവനെ, ഫിർഔനിന്റെ പൊന്നാര മകള് പറയുന്നു, മാസിത പറയുകയാ, നിങ്ങൾ അടിമയാണെന്ന്. നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. പടച്ചവനെ, ഫിർഔനിന് നാണക്കേടായടോ. മാസിതയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. മാസിത ബീബി റളിയല്ലാഹു തആല അൻഹയെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. എന്നിട്ട് ചോദിക്കുന്നു, മാസിത, ഞാനല്ലാതെ വേറൊരു റബ്ബുണ്ടെന്ന് നീ പറഞ്ഞോ മാസിത? മാസിത പറഞ്ഞു, നിന്നെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. ഞാൻ ആ റബ്ബിനെ കൊണ്ട് വിശ്വസിച്ചിരിക്കുകയാണ്. മൂസാ നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ്.
പറയുകയാണ്, പടച്ചവനെ വല്ലാത്ത പ്രശ്നമായടോ. അവസാനം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇനി ഒരാളും മതം മാറാൻ പാടില്ല. മാഷിത്ത പറയുന്നു, എന്നെ കൊന്നാലും ഞാൻ മതം മാറൂല. അവസാനം എല്ലാവരും കൂടെ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരാളും മതം മാറരുത്. ഏറ്റവും വലിയ ശിക്ഷ വേണം കൊടുക്കാൻ. അതിനെന്ത് ചെയ്തെന്നറിയുമോ? മാഷിത്ത ബീവി റളിയല്ലാഹു തആല അൻഹയെ തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുകയാ. തിളച്ചുമറിയുന്ന ഒരു എണ്ണച്ചട്ടിയുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. എന്നിട്ട് ചോദിക്കുന്നു, മാഷിത്ത മാറ്റമുണ്ടോ? കൊന്നാലും ഞാൻ മതം മാറൂല. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ടുവന്ന് തിളച്ചുമറിയുന്ന എണ്ണയുടെ മുകളിൽ തലകീഴായി കെട്ടി നിർത്തുകയാണ്. ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ ഇതിനകത്തിട്ട് ഞങ്ങൾ കൊന്നുകളയും മാഷിത്ത. പുഞ്ചിരിക്കുന്ന മുഖത്തോടെ മാഷിത്ത ബീവി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്രയാക്കുക. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഷഹീദായടോ. അതാ മൂത്തുമകളെ കൊണ്ടുവന്നു, ഒന്നാമത്തെ പൊന്നുമോളെ കൊണ്ടുവന്നു. ഭർത്താവിനെ വെറുതെ കൊന്നുകളഞ്ഞു, ഇനി മകളെയും കൊന്നുകളയണോ? മാഷിത്ത പതറിയില്ല. തന്റെ പൊന്നാര മകളെയും അവര് കൊല്ലുകയാണ്. അടുത്ത കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഇതുപോലെ നിർത്തിയിട്ട് ചോദിച്ചു, മാഷിത്ത മാറ്റമുണ്ടോ? പതറിയില്ല, പരാജയപ്പെട്ടില്ല. ഭർത്താവ് മരിച്ചു, 2 മക്കളും മരിച്ചു. മൂന്നാമത് മാഷിത്തയുടെ മാറിടത്തിലേക്ക് ചേർന്നിരിക്കുന്ന തന്റെ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞ് ആ പൊന്നാര മകനെ പിടിക്കാൻ വരികയാണ്. മാഷിത്തയുടെ കയ്യിലിരിക്കുന്ന പൊന്നുമോനെ താ മാഷിത്ത എന്ന് പറഞ്ഞു പിടിച്ചുപെടുക്കാൻ വരുമ്പോ മാഷിത്ത ഒന്ന് പതറുകയാ. മാഷിത്തയൊന്ന് പതറുകയാ. തന്റെ പൊന്നാര മകനെ കൊടുക്കാൻ മനസ്സു വരുന്നില്ല. കാരണം 10 മാസം ഗർഭം ചുമന്ന് പ്രസവിച്ചിട്ട് തന്റെ പൊന്നാര മകനെ കണ്ട് കൊതി തീർന്നിട്ടില്ല. തന്റെ പൊന്നാര മകനെ കൊടുക്കാതെ മാഷിത്ത ബീവിയുടെ കണ്ണൊന്നു നിറയുമ്പോ, മോനെ ഏതെങ്കിലും ഒരു സിനിമയുടെ കഥയല്ലടാ പറയുന്നത്. ആർക്ക് വേണമെങ്കിലും മാഷിത്ത ബീവിയുടെ ചരിത്രം വായിക്കാമല്ലോ. തന്റെ പൊന്നാര മകനെ പിടിച്ചു പറിക്കാൻ നോക്കുമ്പോ മാഷിത്ത കരയുകയാണ്. തന്റെ കണ്ണൊന്നു നനയുകയാണ്. എല്ലാവരും വിചാരിച്ചു മാഷിത്ത തോറ്റുപോയെന്ന്. കളിയാക്കുകയാ, എല്ലാവരും പരിഹസിക്കുകയാ. ഭർത്താവിനെയും 2 മക്കളെയും വെറുതെ കൊന്നുകളഞ്ഞല്ലോ. ഇവള് പേടിച്ചു പോയി, ഇവള് മതം മാറിയെന്ന് കരുതിയിട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുമ്പോ ആ പാല് കുടിക്കുന്ന കുഞ്ഞ് സംസാരിക്കുന്ന പ്രായമായില്ല. പക്ഷേ തന്റെ ഉമ്മയെ കളിയാക്കി ചിരിക്കുന്നത് കണ്ടപ്പോ ആ പൊന്നുമോന് വിളിക്കുന്നു, യാ ഉമ്മ ലാ തഖഫ് വലാ തഹ്സൻ. എന്തിനാ ഉമ്മ പേടിക്കുന്നത്? എന്തിനാ ഉമ്മ സങ്കടപ്പെടുന്നത്? കൊടുക്കുമ്മ, നമ്മൾ സ്വർഗത്തിലല്ലേ. ആ പാല് കുടിക്കുന്ന ചോരക്കുഞ്ഞവിടെന്ന് വിളിച്ചു പറയുകയാ. ആ കുഞ്ഞിനെയും ആ എണ്ണയ്ക്കകത്തിട്ട് കരിക്കുകയാണ്. അവസാനം മാഷിത്തയും കൊന്നുകളഞ്ഞു. എന്നിട്ട് സന്തോഷത്തോടെ ഫിറഔന് കൊട്ടാരത്തിന്റെ മണിയറയിലേക്ക് കയറി ചെല്ലുമ്പോ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹാ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫിറഔന് ചോദിച്ചു, ആസിയ ഇഷ്ടമായോ? ആസിയ ഇഷ്ടമായോ? ആസിയ ഞാനല്ലാതെ വേറെ ഒരു റബ്ബുണ്ടെന്ന് പറഞ്ഞ ഒരു പെണ്ണിനും അവളുടെ കുടുംബത്തിനും ഞാൻ കൊടുത്ത ശിക്ഷ നിനക്ക് ഇഷ്ടമായോ? പടച്ചവനെ, ആസിയ ബീബിയുടെ മറുപടി എന്തെന്നറിയുമോ? ആരുടെയോടാണ് സംസാരിക്കുന്നതെന്നറിയുമോ? ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഫിറഔനിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിൽ വിശ്വസിച്ച ആസിയ എന്ന് പറയുന്ന പെണ്ണ് ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? ആസിയ പറഞ്ഞത് ശരിയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങൾ അടിമയല്ലേ? നിങ്ങളെ പടച്ച റബ്ബിന്റെ പേരാണ് അല്ലാഹ്. റബ്ബി മൂസ വ ഹാറൂൻ. ഞാനും
അവരുടെ കൂടെയാണ്, ഞാനും അവരുടെ കൂടെയാണ്. ഇതാണോ ധൈര്യമെന്ന് പറയുന്നത്? ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല, ഇതാൾബലമുണ്ടായിട്ട് പറഞ്ഞതല്ല. അള്ളാഹു ഹൃദയത്തിന്റെ അകത്ത് കയറിയപ്പോ കിട്ടിയ വല്ലാത്ത ഒരു ധൈര്യമാ. പടച്ചവനെ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴേക്കിട്ടപ്പത് പാമ്പാവുകയാണ്. അതാ ഫിർഔനിന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ മുഴുവനും പാമ്പുകള് ആ വലിയ പാമ്പങ്ങ് വിഴുങ്ങുകയാണ്. അത് കണ്ടപ്പോ ഫിർഔനിന്റെ കൂടെ നിന്നവർക്ക് കാര്യം മനസ്സിലായി. അവര് മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കുകയാണ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുകയാണ്. ആ സമയത്ത് പടച്ചവനെ മുസ്ലിമായിട്ട് 40 കൊല്ലമായില്ല, 50 കൊല്ലമായില്ല, 60 കൊല്ലമായില്ല, ഒരു ദിവസമായില്ല. മൂസാ നബി തന്റെ കയ്യിലിരുന്ന കമ്പ് താഴെയിട്ടപ്പോൾ അത് പാമ്പായി. ആ പാമ്പ് മറ്റുള്ള പാമ്പുകളെ മുഴുവനും വിഴുങ്ങുകയാണ്. ഇത് കണ്ടപ്പോ മൂസ പ്രവാചകനാണെന്ന് അവർ അംഗീകരിക്കുകയാണ്. ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി, ഫിർഔനിന്റെ കൂടെ നിന്നവര് മുസ്ലിമായി. അപ്പോഴാണ് ഫിർഔൻ പറഞ്ഞത്, നിങ്ങളെ എല്ലാവരെയും ജീവനോടെ ഞാൻ മുറിച്ചെടുക്കും, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ മുറിച്ചെടുക്കും, ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഫിർഔനതാ പറയുമ്പോ മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ, മുസ്ലിമായിട്ട് മിനിറ്റുകളെ ആയുള്ളൂ. കുറച്ചു നേരം മുമ്പ് വരെ ഫിർഔനിന്റെ കൂടെ നിന്നവരാണ്. അവൻ അല്ലാഹുവിനെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവര് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? നിനക്ക് ദുനിയാവിലല്ലേ ചെയ്യാൻ പറ്റൂ, കൂടി പോയാ നീ ഞങ്ങളെ കൊന്നുകളയും, ആഖിറത്തിൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇതാണടോ ഞാൻ പറഞ്ഞത്, അല്ലാഹു ഹൃദയത്തിന്റെ അകത്ത് കയറി കഴിഞ്ഞ നമ്മുടെ ഭയം മാറുകയാ, നമ്മുടെ പേടി പോവുകയാ. പിന്നെ നമ്മൾ ലോകത്തൊരാളെയെ ഭയപ്പെടൂ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ അല്ലാതെ വേറെ ഒരു ശക്തിയെയും നമ്മളെ ഭയപ്പെടില്ല. അത് ഈമാൻ ഉറയ്ക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമാണ്. അതാണ് ഔലിയാക്കന്മാര്. അവർ അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട രീതിയിൽ അവര് മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അല്ലാഹു പറയുന്നു, ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് അല്ലാഹുവല്ലാതെ വേറൊരു ശക്തിയെയും അവർക്ക് പേടിയില്ല. രണ്ടാമത്തെ യോഗ്യത എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, അവർക്ക് സങ്കടമില്ലടോ, അവർക്ക് നിരാശയില്ലടോ, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടാലും അവർക്ക് വേദനയില്ല, അവർക്ക് എന്ത് നഷ്ടപ്പെട്ടു പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അവർ അല്ലാഹുവിനെ കുറ്റപ്പെടുത്താറില്ല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. മുസ്ലിമേ, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമല്ലേ, പടച്ച റബ്ബിന്റെ പരീക്ഷണമാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ, രോഗം വന്നതിന്റെ പേരിൽ, സമ്പത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ, മക്കള് മരിച്ചു പോയതിന്റെ പേരിൽ, എന്തെങ്കിലും നഷ്ടപ്പെട്ടതിന്റെ പേരിൽ അവർ അല്ലാഹുവിനെ കുറ്റം പറയൂല. അവർക്ക് സങ്കടമില്ല, അവർക്ക് നിരാശയില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവേ, നമുക്ക് അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം തന്ന നമ്മൾ പറയും, ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്നവളായിരുന്നു, ഞാൻ ഏത് വഅദ കേൾക്കാനും പോകുന്നവളായിരുന്നു, എത്രയോ സദഖ കൊടുത്തു, എത്രയോ ദുആ ചെയ്തു, എന്തെല്ലാം ചെയ്തിട്ടും അല്ലാഹു എനിക്കിത് തന്നല്ലോ. ഈ വഅദിന്റെ സദസ്സിലിരിക്കുന്നവരോട് പറയുകയാണ്, എല്ലാം അല്ലാഹുവിന്റെ തീരുമാനമാ. ഔലിയാക്കന്മാരുടെ രണ്ടാമത്തെ പ്രത്യേകത, അവർക്ക് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിൽ അവർക്ക് നിരാശയോ സങ്കടവോ ഇല്ല. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്കോ നമ്മുടെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കും തലവേദനയാണ്. ഇവിടെ നമുക്കിതുവരെ ഉറയ്ക്കാത്തൊരു കാര്യമുണ്ട്. 6 കാര്യങ്ങളിൽ വിശ്വസിച്ചാലേ ഒരാൾ വിശ്വാസിയാകൂ. ഈമാൻ കാര്യം 6 എണ്ണമാണ്. അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കണം, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കണം, പ്രവാചകന്മാരിൽ വിശ്വസിക്കണം, ഖുർആനിൽ വിശ്വസിക്കണം, അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ 5 കാര്യത്തിലും വിശ്വാസമുണ്ട്. ഈ പറഞ്ഞ 5 കാര്യത്തിൽ വിശ്വാസമുണ്ട്. 6ാമത്തെ കാര്യത്തിൽ മാത്രം ഇത്തിരി പുറകോട്ട. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. വൽഖദിരി ഖൈരിഹി വശരിഹി മിനല്ലാഹി തആല. നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാണ്, അവിടെ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് വിശ്വസിക്കണം. അവിടെ മാത്രം നമുക്ക് പറ്റിപ്പോയി. അവിടെയാണ് നമുക്ക് ആ വിശ്വാസം അങ്ങോട്ട് ഉറയ്ക്കുന്നില്ല. നമ്മൾ പറയുക, പടച്ചോനെ ഞാൻ എല്ലാ മജ്ലിസിലും പോകും, മജ്ലിസിൻ നൂറിന് പോകും, ഉസ്താദന്മാരുടെ സ്വലാത്ത് മജ്ലിസ് എല്ലാത്തിനും ഞാൻ പോകും. പടച്ചോനെ എന്തിനു പോയാലും പടച്ചോൻ എന്നിട്ട് എനിക്കിത് വന്നല്ലോ എന്ന് പറയുന്നവർ, അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉസ്താദ്, എന്തേ ഉസ്താദെ എൻ്റെ രോഗം മാറാത്തെ, എന്താ ഉസ്താദ് എൻ്റെ പ്രയാസം മാറാത്ത? നമ്മൾ ചോദിക്കുന്നല്ലോ. എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ക്ഷമിക്കാൻ കഴിയണം, സഹിക്കാൻ കഴിയണം. അള്ളാഹു നമുക്ക് ക്ഷമ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നമുക്കൊരു വിചാരമുണ്ട്, അള്ളാഹുവിനെന്തോ നമ്മളോട് വൈരാഗ്യമുള്ളത് കൊണ്ടാണ് അള്ളാഹ് നമ്മളിങ്ങനെ പരീക്ഷിക്കണേന്ന്. ഒരിക്കലും അങ്ങനെ പറയരുത്. അള്ളാഹ്ക്ക് എന്നോട് വൈരാഗ്യമുണ്ട്, അള്ളാഹ്ക്ക് ദേഷ്യമുണ്ട്, ഒന്നും പറയരുത്. ഇത് പോട്ടെ മോനെ, അതന്നെ അള്ളാഹു അതിന് ആയുസ് അത്ര വിധിച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് അത് പൊട്ടിപ്പോയി. അത് തന്നെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താ, നമുക്ക് അള്ളാഹു സുബ്ഹാന നമ്മളോട് എന്തെങ്കിലും ദേഷ്യം അള്ളാഹിക്കുണ്ടോ? ഒന്നുമില്ല. എന്ത് വന്നാലും പറയണം അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ? സുഖമാണോ? പോയി, തുടക്കവേ പോയി. സുഖമാണോ? സുഖമാണോ? എന്തെങ്ങനെ വായും തുറന്നിരിക്കണേ? സുഖമാണെന്ന് വെച്ചാൽ എന്താ പറയണ്ടേ? സുഖമാണോ അതല്ലേ പറഞ്ഞു പഠിക്കണ്ടേ? ആ അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണ്ടേ. എല്ലാവരുടെ നാവിൽ അത് വരൂല. ആ അൽഹംദുലില്ലാ പറയാൻ എല്ലാവരെ കൊണ്ടും കഴിയില്ല. അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അത് കഴിയൂ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഒരിക്കൽ നബിതങ്ങൾ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബിതങ്ങൾ ചോദിച്ചു, യാ ഫുലാനെ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈറ, സുഖമാണ് നബിയെ, റാഹത്ത. അപ്പം നബിതങ്ങൾ പറഞ്ഞു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. രണ്ടാമതൊരാൾ പള്ളിയിൽ കയറി വന്നു. ഓനോടും ചോദിച്ചു, സുഖമാണോ? ആ ഖൈർ, സുഖമാണ് നബിയെ. അപ്പം നബിതങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പം ഈ സഹാബി ചോദിച്ചു, എനിക്ക് ദുആയില്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, എനിക്ക് ദുആയില്ലേ? അപ്പം നബിതങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിഗന റസൂലുള്ളാഹി. അപ്പം ഇനി പറ, സുഖമാണോ? അൽഹംദുലില്ലാ. അത് പഠിച്ചാൽ മതി, അത് പറഞ്ഞാൽ മതി. അത് പറയുന്നത് കൊണ്ട് ഒരുപാട് നേട്ടമുണ്ടോ. അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. പിന്നെ സങ്കടം, ദുഃഖം, രോഗം, പ്രശ്നം, അതൊക്കെ ജീവിതത്തിൽ അള്ളാഹു തരുന്നത് വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹമുള്ളത് കൊണ്ടാണ്. സ്നേഹം കൂടിയാൽ അള്ളാഹു അങ്ങനെ. ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ പരീക്ഷിപ്പിച്ചത് ശത്രുക്കളെ ആയിരുന്നില്ല, 1,24,000 പരം വരുന്ന പ്രവാചകന്മാരെയാ. ഇന്ന അശദ്ദന്നാസി ബലാഗ അൽ അംബിയാ. അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് പ്രവാചകന്മാർക്കാണ്. ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ കണ്ണുനീര് കുടിച്ചത് മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇഷ്ടമില്ലാഞ്ഞിട്ട ജനിക്കുന്നതിന് മുമ്പ് വാപ്പ മരിച്ചില്ലേ? കണ്ടു കൊതിതീരുന്നതിന് മുമ്പ് മരിച്ചില്ലേ? എത്ര പട്ടിണി കിടന്നു, എന്തെല്ലാം പ്രയാസങ്ങൾ അനുഭവിച്ചു, എത്ര മക്കളുടെ മയ്യത്ത് കബറടക്കി നബിതങ്ങൾ, എന്തെല്ലാം ത്യാഗങ്ങൾ. എടോ, സ്നേഹം കൂടിയ അള്ളാഹ് അങ്ങനെ ഇത്തിരി കണ്ണുനീര് കുടിപ്പിക്കും, ഒന്നിങ്ങനെ വേദനിപ്പിക്കും, എന്നിട്ട് കെട്ടി അങ്ങോട്ട് പിടിക്കും. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അഭാഗ്യം തരുമാറാകട്ടെ. ഈ ഇരിക്കണ എല്ലാവരും എന്തെങ്കിലും ഒരു പ്രയാസമുള്ളവരാ, എല്ലാവരും പ്രയാസമുള്ളവരാ. ഞാനും ഇന്നത്തെ തങ്ങൾ വന്നു, തങ്ങളുടെ ദുആ പ്രതീക്ഷിച്ച ഞാനും ഇരിക്കണം. ഞാൻ അസ്റഫ് ഉസ്താദിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രത്യേകം, എനിക്കാണെങ്കിൽ നടുവിന് ചെറിയ പ്രശ്നം, ഇരിക്കാൻ കഴിയണില്ല, നല്ലപോലെ നിസ്കരിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനും ഇന്നത്തെ ദുആ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളാണ്. അള്ളാഹു ഈ മജ്ലിസിൻ്റെ ബറക്കത്ത് കൊണ്ട് ശിഫ നൽകുമാറാകട്ടെ, ശിഫ നൽകുമാറാകട്ടെ. അപ്പം അൽഹംദുലില്ലാ. എടോ, എന്ത് സങ്കടം വന്നാലും എന്ത് പറയണം? എന്ത് പറയണം? ഉണ്ടായിരുന്ന ജോലി നഷ്ടപ്പെട്ടു പോയി, എന്ത് പറയണം? നാളെ ജോലിക്ക് പോയപ്പോൾ നിന്റെ മുതലാളി പറയാ, ഇന്നത്തോടെ പൊക്കോളാൻ, അൽഹംദുലില്ലാ ബായ്. ഉണ്ടായിരുന്ന ജോലി പോയി, അൽഹംദുലില്ലാ. പരീക്ഷയ്ക്ക് തോറ്റു, അൽഹംദുലില്ലാ. കല്യാണം മുടങ്ങി, അൽഹംദുലില്ലാ. ഉണ്ടായിരുന്ന കച്ചവടം നഷ്ടപ്പെട്ടു പോയി, ബിസിനസ്സിൽ ലാഭം പോയി, എന്ത് വന്നാലും അൽഹംദുലില്ലാ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്കിത്തിരി ഓളം ഉണ്ടെന്നില്ലേ? എടാ, ആരെങ്കിലും ഉള്ള ജോലി നഷ്ടപ്പെട്ടു പോയാൽ അൽഹംദുലില്ലാ പറയോ? പരീക്ഷ എഴുതിയിട്ട് റിസൾട്ട് നോക്കി തോറ്റുപോയി, അൽഹംദുലില്ലാ പറയോ? ക്യാൻസറിൻ്റെ ടെസ്റ്റിന് അയച്ചു, അൽഹംദുലില്ലാ ക്യാൻസർ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ഉണ്ടെന്ന്, അൽഹംദുലില്ലാ പറയോ? പറയാൻ കഴിയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അങ്ങനെ പറയണമെങ്കിൽ ഒരേ ഒരു ഹദീസ് ഓർത്താൽ മതി. ഒരേ ഒരു ഹദീസ് ഓർത്താൽ എന്ത് സങ്കടം വന്നാലും നമ്മൾ അൽഹംദുലില്ലാ പറയും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ? വേണോ വേണ്ടേ? എന്ത് സങ്കടം വന്നാലും പോട്ടെ, ചങ്ങായി വിട്ടേക്കും, പോട്ടെ, അൽഹംദുലില്ലാ. അത് പറയണമെങ്കിൽ ഒറ്റ ഹദീസ് ഓർത്താൽ മതി. അള്ളാഹു ഹദീസ് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ പറയോ അൽഹംദുലില്ലാ? പറയോ അൽഹംദുലില്ലാ? പറയോ? ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ? നിങ്ങളുടെ നാട്ടിലില്ലേ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഒരിറക്കം ഉണ്ടോ?
ഒരു ദുഃഖം കഴിഞ്ഞാൽ ഒരു സന്തോഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരു കയറ്റം കഴിഞ്ഞാൽ ഇറക്കമുണ്ടോ? ഉണ്ടോ? അപ്പൊ ഒരു കയറ്റത്തിന്റെ പുറകിൽ ഒരിറക്കമുണ്ട്, ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. ഇല്ല യളമൽ ജസാ മഅ യളമൽ ബലാ ഇന്ന മഅൽ ഉസ്രി യുസ്റാ. ഒരു ദുഃഖത്തിന്റെ പുറകിൽ ഒരു സന്തോഷമുണ്ട്. അപ്പൊ നിനക്ക് അള്ളാഹു ഇപ്പം ദുഃഖം തന്നിരിക്കുന്ന എന്തിനാ? നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. നിനക്കെന്തോ നല്ലത് വരാൻ പോകുന്നു. ആ നല്ലത് വരാൻ പോകുന്നതിന്റെ അടയാളമാണ് എന്ത്? ഈ സങ്കടം. എന്തിനാ വെറുതെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇനി പറ അൽഹംദുലില്ലാ, പറ അൽഹംദുലില്ലാ. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സിറാജ് ഉസ്താദെ ഔലിയാക്കന്മാരാരാ, നമ്മളാരാ? ഔലിയാക്കന്മാർക്ക് അവർക്ക് എന്ത് വന്നാലും അവർക്കൊന്നുമില്ല. നമ്മൾ എന്തിനാ? അവരെ പോലെ അല്ലല്ലോ നമ്മള്. എൻ്റെ പൊന്നാര ചങ്ങാതി, നമ്മൾ വിചാരിച്ചാലും അവരെ പോലെയൊക്കെ ആകാൻ പറ്റും. നമ്മൾ വിചാരിച്ചാലും നമുക്ക് അവരെ പോലെയൊക്കെ ആകാൻ പറ്റും. നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരുമല്ലോ. അള്ളാഹു പറയുക, നിനക്ക് നീ എന്തിനാ അംബാനി അദാനിയൊക്കെ നോക്കണേ? അള്ളാഹു പറയുക, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ തരാം. ഞാൻ പറയുന്ന ഒറ്റ കാര്യം ചെയ്താ നിനക്ക് വേണ്ടത് മുഴുവനും ഞാൻ തരാം. രാജാക്കന്മാര് ജീവിക്കുന്നത് പോലെ ജീവിക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നന്മാര് രാജാക്കന്മാര് ജീവിച്ചതുപോലെ നിനക്ക് ജീവിക്കണോ? എല്ലാം ഞാൻ തരാം. പക്ഷെ ഒരു കാര്യം ചെയ്യണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു പറയുകയാ, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. അള്ളാഹു പറയാ, നല്ല കാര്യം ചെയ്താൽ മതി, നിനക്ക് ഏറ്റവും നല്ല ജീവിതം ഞാൻ തരും. അള്ളാഹു പറയുന്നു, നീ നല്ല കാര്യം ചെയ്യ്. നിന്നെ കൊണ്ട് എന്തൊക്കെ നല്ല കാര്യം ചെയ്യാൻ പറ്റുമോ ആ നല്ല കാര്യങ്ങൾ മുഴുവനും നീ ചെയ്താ നിനക്ക് ഏറ്റവും നല്ല ജീവിതം. അള്ളാഹു പറയുന്നു, മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹയ്യന്നഹു ഹയാതൻ ത്വയ്യിബ. ഏറ്റവും നല്ല ജീവിതം തരും, നന്മ ചെയ്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളൊക്കെ മാറ്റി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അള്ളാഹു മരിക്കുന്ന കാലം വരെ നീ ഞങ്ങൾക്ക് പട്ടിണി നൽകല്ലേ പടച്ചവനെ. ഒരാളുടെ മുമ്പിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ നീ ഞങ്ങൾക്ക് വരുത്തല്ലേ തമ്പുരാനെ. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് എന്താ ആവശ്യം? വേണ്ടത് ചോദിച്ചോ. ഈ സദസ്സിലിരിക്കുന്നവർക്ക് എന്താ വേണ്ടേ? ഒന്ന്, നമ്മളൊക്കെ എന്തിനാ കഷ്ടപ്പെടുന്നേ? നമ്മൾ എന്തിനാ കഷ്ടപ്പെടുന്നേ? ഉസ്താദെ, മരിക്കുന്ന കാലം വരെ ആരുടെ മുമ്പിലും കൈനീട്ടരുത്. മരിക്കുന്ന കാലം വരെ ഭാര്യക്കും മക്കൾക്കും ഭക്ഷണം കൊടുക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അതല്ലേ വേണ്ടേ? അതല്ലേ വേണ്ടേ? ആരുടെ മുമ്പിലും കൈനീട്ടാതെ മരിക്കുന്ന കാലം വരെ നിനക്കും തിന്നണം, ഭാര്യക്കും മക്കൾക്കും തിന്നാൻ കൊടുക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണം? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആർക്കാ ഭക്ഷണം വേണ്ടേ? ആർക്കാ ഭക്ഷണം വേണ്ടേ? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഞാൻ പറയുന്ന ഒറ്റ കാര്യം നീ ചെയ്താ മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യക്കും മക്കൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരാം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഖുർആനി വിശ്വാസമില്ലേ? ഖുർആനി വിശ്വാസം ഉണ്ടോ? അള്ളാഹ് പറയുന്നു, മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. അള്ളാഹു ചെയ്യാൻ ഭാഗ്യം തരുമാറാകട്ടെ. പൈസ ചെലവ് വല്ലതും ഉണ്ടോ? ഇല്ല. കഷ്ടപ്പാട് വല്ലതും ഉണ്ടോ? ഒന്നുമില്ല. ഒരേ ഒരു നന്മ ചെയ്താൽ മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. 2, നല്ല മരണം അള്ളാഹു തരും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇതിനേക്കാളും കൂടുതൽ എന്താ വേണ്ടേ? മരിക്കുന്ന കാലം വരെ ഹലാല് തിന്നണം, മരിക്കുമ്പോൾ ഈമാനോടുകൂടി മരിക്കണം. ഇതല്ലേ ഒരു വിശ്വാസിയുടെ ആഗ്രഹം? ഈമാനുള്ള ഒരാളുടെ ആഗ്രഹം അതല്ലേ? ആ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. അള്ളാഹു ഈ കൈപൊക്കി എല്ലാവർക്കും ഇത് രണ്ടും നീ സാധിപ്പിച്ചു കൊടുക്കണേ അടച്ചാനെ. ഈമാനുള്ള മരണം കൊടുക്കണേ തമ്പുരാനെ. ഷഹാദത്ത് കലിമ പറഞ്ഞ് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനെ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ആ കൈ പൊക്കാത്തവനെ നീ നന്നാക്കണേ അല്ലാ. ഒന്നുകൂടെ കൈ പൊക്കിക്കേ. എന്താ പൊങ്ങിയതണ്ട? കൈ പൊങ്ങിയതണ്ട? അപ്പം മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ കുടുംബത്തിനും തിന്നാനുള്ള ഭക്ഷണം അള്ളാഹു തരും. ഒറ്റ ഒരു നന്മ ചെയ്താൽ മതി. ഞാൻ നിർത്തുകയാ. തങ്ങളിപ്പോൾ വരും, ഞാൻ നിർത്തുകയാ. ഒരു നന്മ ഞാൻ പറഞ്ഞു തരാം, ചെയ്യുമോ ഇല്ലേ? പിരിവൊന്നുമല്ല, പേടിക്കണ്ട. നിങ്ങൾ വിചാരിക്കും പിരിക്കാനാന്ന്. വേണ്ട. ഞാൻ പറയുന്ന ഒരു നന്മ നിങ്ങൾ ചെയ്താൽ
ലോകത്താരുടെ വീട്ടിൽ തിന്നാനില്ലെങ്കിലും നിന്റെ ഭാര്യയും മക്കളും പട്ടിണി കിടന്ന് കരയൂല. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ചെയ്യോ? ഇൻഷാ അല്ലാഹ് പറ, ഉറക്കെ പറ ഇൻഷാ അല്ലാഹ്. ഒന്ന്, അള്ളാഹു പറയുന്നു സൂറത്ത് ത്വാഹ, ഞാനല്ല ഖുർആനാ പറഞ്ഞേ, സൂറത്ത് ത്വാഹ, പരിശുദ്ധമായ ഖുർആൻ. സൂറത്ത് ത്വാഹ എന്ന അധ്യായം എടുത്തു നോക്ക്, അതിൻ്റെ അവസാനത്തെ പേജ് എടുത്തു നോക്ക്. അള്ളാഹു പറയുകയാ, വഅ്മുറു അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ ലാ നസ്അലുക റിസ്ഖ നഹ്നു നർസുഖുക വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹു പറയുന്നു, 5 നേരം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ മതി, മരിക്കുന്ന കാലം വരെ കഴിക്കാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? 5 നേരം നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിട്ട് സൂറത്ത് ത്വാഹ അവസാനത്തെ പേജ് എടുത്തിട്ട് ഈ ആയത്ത് ഇങ്ങോട്ട് ഓതി നോക്ക്. അള്ള പറയുന്നൊരു ഭക്ഷണം ഞാൻ തരുമെന്ന്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഇവിടെ ഇത്രയും പേരിയ്ക്കുന്നില്ലേ? ഇവിടെ നിങ്ങളുടെ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ? ഇപ്പോൾ ഉദാഹരണം, ഇവിടെ ഇത്രയും ആൾക്കാരിയ്ക്കുന്നു, നമ്മളുടെ ഇടയിൽ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന വ്യക്തി ആരാ? ആരവാ? നിങ്ങളെന്തും ഉണ്ടായിരിക്കണം. ആരാ? ഉസ്താദന്മാര്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് എന്താ അസൂയ തോന്നിയാ? ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദന്മാര്. പറയാ ഒരു അസൂയ എന്താ? ഏറ്റവും ചെറിയ ശമ്പളം ആർക്കാ? ഉസ്താദന്മാർക്ക്. ഇളയ്ക്കാൻ പോകുന്നവനുണ്ടോ 1000 രൂപ? ഏറ്റവും ചെറിയ ശമ്പളമാണ് ആർക്ക്? ഉസ്താദിന്. എന്താണെന്നറിയില്ല, അതിൽ വല്ലാത്തൊരു ബർക്കത്താ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഏറ്റവും ചെറിയ ശമ്പളം വാങ്ങുന്ന ആൾ ഉസ്താദാ. ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കണ ആരാ? ഉസ്താദാ. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. മുത്തല്ലിങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്, ഞാൻ ഉള്ളതാ പറഞ്ഞേ. ഉസ്താദന്മാർക്ക് എല്ലാ ദിവസവും മട്ടനും ചിക്കനും തിന്നെ ആരണമുള്ളേ, നല്ല കഷ്ടം മീനൊക്കെ. പടച്ചവനാ, വലിയ കാണാനും വലിയ വീടും പണമൊക്കെ ഉണ്ട്, കഞ്ഞിയും വേറുപാടും. ഉസ്താദ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടാ? നിസ്കരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഭക്ഷണം തരും. നിസ്കരിക്കുന്നവർക്ക് എല്ലാവർക്കും അള്ളാഹു ഭക്ഷണം കൊടുക്കും. അപ്പം നിങ്ങൾ ചോദിക്കും, ഉസ്താദ് നിസ്കരിക്കുന്നു, ഞങ്ങളും നിസ്കരിക്കുന്നു, ഉസ്താദിന് എന്നും മട്ടനും ബിരിയാണിയൊക്കെ, ഞങ്ങൾ എന്താ ഉസ്താദ് ഇങ്ങനെ? നിങ്ങളും ഉസ്താദും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നിങ്ങളും ഉസ്താദും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഉസ്താദ് ബാങ്ക് വിളിച്ചു 15 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ആര് പള്ളിയിൽ പോയില്ലെങ്കിലും ആ ചങ്ങാതി ജമാഅത്തായിട്ട് കൃത്യസമയത്ത് തന്നെ നിസ്കരിക്കും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കും. അതാ വ്യത്യാസം. നിങ്ങൾ ആര് പോയാലും പോയില്ലെങ്കിൽ ഉസ്താദ് എന്ത് ചെയ്യും? ബാങ്ക് വിളിച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ ഇഖാമത്ത് കൊടുക്കും, ജമാഅത്തായിട്ട് ആ സമയത്ത് തന്നെ നിസ്കരിക്കും. നമ്മളോ ജോലിയും കഴിഞ്ഞ് കടയെല്ലാം കഴിഞ്ഞ് നമുക്ക് സമയം കിട്ടുമ്പോൾ നമ്മൾ നിസ്കരിക്കും. അതാണ് വ്യത്യാസം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹു പറയുകയാ, മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും, നിസ്കരിച്ചാൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിനെ മനസ്സിലാക്കുന്നവർക്കേ അത് തിരിയത്തുള്ളൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇനി എന്താ വേണ്ടേ? ഈമാനുള്ള മരണം അള്ളാഹു നൽകുമാറാകട്ടെ. ഈമാനുള്ള മരണം അള്ളാഹു നൽകുമാറാകട്ടെ. അതിനെന്താ വേണ്ടേ? ഖുർആൻ പറയുന്നു, നിസ്കരിച്ചാ മതി. വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹു പറയുന്നു, നിനക്ക് നല്ല മരണം വേണോ? അള്ളാഹു പറയുകയാണ്, വൽ ആഖിബത്തു ലിത്തഖ്വ. അള്ളാഹു പറയുകയാണ്, നല്ല മരണം തരാം, നല്ല മരണം തരാം. അറിയുമോ ചെറുപ്പക്കാരാ, നല്ല മരണമെന്ന് പറഞ്ഞാൽ എന്താണെന്നെങ്കിലും നിനക്കറിയുമോ? നിസ്കരിക്കുന്ന ഒരടിമയ്ക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു നല്ല മരണം ഞാൻ പറഞ്ഞു തരാം. എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നിനക്ക് പഠിക്കാൻ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബിയാണ് മഹാനായ ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ചരിത്രം പഠിക്കുമെന്ന് മോനെ, നബി തങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. ഹുബൈബ് മുസ്ലിമാവുകയാണ്. ഒരിക്കൽ ശത്രുവിന്റെ കയ്യിലേക്ക് കിട്ടുകയാണ്. ഹുബൈബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ശത്രുക്കളുടെ കയ്യിൽ കിട്ടുമ്പോ പിടിച്ചു കെട്ടിയിട്ട് അവര് കൊണ്ടുവരികയാണ്. ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടിയിട്ട് അവര് പിടിച്ചു കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറയുന്നു, ഹുബൈബ് മതം മാറണം, ഹുബൈബ്
മതം മാറണം ഹുബൈബ്, ഇല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കൊന്നുകളയുമടാ ഹുബൈബ്. ഹുബൈബ് പറയുകയാണ്, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല, എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ മതം മാറൂല. പടച്ചവനെ, ഹുബൈബിനോട് അവര് പറയുന്നു, നീ ഞങ്ങളുടെ കൂട്ടുകാരനാടാ, നിനക്ക് അധികാരം തരാ, നിനക്ക് സമ്പത്ത് തരാ, ഏത് പെണ്ണിനെ കാണിച്ചാലും നിന്റെ കൂടെ കടത്തിത്തരാ, നീ മതം മാറടാ ഹുബൈബ്. എന്ത് പറഞ്ഞിട്ടും ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. അപ്പോഴാണ് നേതാക്കന്മാര് പറയുന്നത്, ഇവനെ പരസ്യമായി തൂക്കിലേറ്റണം, എല്ലാവരും കാണുന്ന രീതിയിൽ ഇവനെ പരസ്യമായിട്ട് വേണം തൂക്കിലേറ്റി കൊല്ലാൻ. അങ്ങനെ പടച്ചവനെ, ഹുബൈബ് റളിയല്ലാഹു തആല അൻഹു ഇവനെ കൊല്ലാൻ തീരുമാനിക്കുകയാണ്. കഴുകുമരം റെഡിയാക്കുകയാണ്, തൂക്കുമരം റെഡിയാക്കുകയാണ്. അവര് ചോദിച്ചു, ഹുബൈബേ, എന്തായാലും മരിക്കാൻ പോകുകയല്ലേ, നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ? ഹുബൈബ് ചോദിച്ചു, ഞാൻ പറഞ്ഞ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ? എന്തു പറഞ്ഞാലും സാധിപ്പിച്ചു തരാ ഹുബൈബേ, എന്തു പറഞ്ഞാലും ഞങ്ങൾ സാധിപ്പിച്ചു തരാ. അവര് വിചാരിച്ചു വെറുതെ വിടണമെന്ന് പറയുമെന്ന്. എന്നാ ഹുബൈബിന്റെ ആഗ്രഹം എന്താണെന്നറിയുമോ? എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അനുവാദം തരുമോ? മരിക്കുന്നതിന് മുമ്പ് അവസാനമായിട്ടൊന്ന് നിസ്കരിക്കണം. ഹുബൈബ് ഇബ്നു അദി റളിയല്ലാഹു തആല അൻഹുവിന് അനുവാദം കൊടുത്തു. ഒന്നുപെടുത്തിട്ട് 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. പെട്ടെന്ന് നമസ്കാരം പൂർത്തിയാക്കി സലാം വീട്ടിയിട്ട് സുജൂദിലേക്ക് വീഴുകയാണ്. അല്ലാഹുവേ, എപ്പോ നിസ്കരിച്ചാലും വലിയ വലിയ സൂറത്തുകൾ ഓതിയിട്ടാണ് ഞാൻ നിസ്കരിക്കാറ്. ഇന്ന് ചെറുതാണ് ഓതിയത്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല തമ്പുരാന്, വലിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കണമെന്ന് കൊതിയുണ്ട് റബ്ബേ. എന്റെ നിസ്കാരം നീണ്ടുപോയാ ഇവന്മാര് പറയും എനിക്കും മരിക്കാൻ പേടിയാണെന്ന്. അതുകൊണ്ട് പടച്ചവനെ, ഞാൻ പെട്ടെന്ന് നിസ്കാരം പൂർത്തീകരിക്കുകയാണ്. ഉബൈബ് റളിയല്ലാഹു തആല അൻഹു നിസ്കാരത്തിന്റെ പായിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. ശത്രുക്കള് കൈകാലുകൾ കെട്ടുകയാണ്. കഴുകുമരത്തിന്റെ മുകളിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഉബൈബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈകാലുകൾ കെട്ടുകയാ.